20ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് അകപ്പെടുന്നത്. ഓരോ എപ്പിസോഡിലും ഓരോരോ പ്രയാസങ്ങളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖയുടെ ആ ഒരു ആവശ്യത്തിന് വഴങ്ങാത്തത് കൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താക്കാണ്, ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അള്ളാഹിനോട് പറഞ്ഞതാണല്ലോ, എന്താ ഇവര് ഇതിനേക്കാൾ നല്ലത് എന്താണ്, ജയിലാണ്. അപ്പോൾ ജയിലാകുന്ന സന്ദർഭത്തിലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് എന്താകുന്നത്, പെരുമാറുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആ സന്ദർഭത്തിൽ തന്നെ മറ്റു രണ്ടാളെയും കൂടി എന്താക്കുന്നുണ്ട്, ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവര് ഒരു സ്വപ്നം കണ്ട്, ഈ ഒരു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ സ്വപ്ന വ്യാഖ്യാനാണല്ലോ. അവരൊരു സ്വപ്നം കണ്ട്, ഖുർആൻ പറയുന്നത് വദഖല മഅഹു സിജ്ന ഫതയാൻ ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅസിറു ഖംറ വഖാല അൽആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅകുലു അത്തയ്റു മിൻ നബ്ബിനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഒരാൾ സ്വപ്നം കണ്ടത് എന്താണ്, ഇന്നി അറാനി അഅസിറു ഖംറ, എന്താണ്, മുന്തിരിച്ചാറ് പിഴിഞ്ഞു കൊടുക്കുന്നതാണ് സ്വപ്നം കണ്ടത്. മറ്റൊരാൾ സ്വപ്നം കണ്ടതോ അവരുടെ തലയിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഹുബ്സ്, റൊട്ടി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. തേക്കുലുത്തൈറു മിൻഹു, പിന്നെ പക്ഷികളെ കൊത്തി തിന്നുന്നതാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? ഇവിടെ വ്യാഖ്യാനം പറയുന്ന നേരത്തെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് നബ്ബീനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലാകുന്ന സന്ദർഭത്തിലാണ് പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളുടെ ഒരു മാന്യനായിട്ട് ഞങ്ങള് നന്മ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായി കാണുന്നുണ്ട്. ഒരു നല്ല വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരൊരിക്കലും അവരുടെ അസ്ലു സ്വഭാവം, അവർ നന്മ ഉണ്ടാവില്ല, അവരൊരിക്കലും കൈവിടാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലാകുന്ന സന്ദർഭത്തിൽ പോലും വളരെ മാന്യമായിട്ടാണ് എന്താകുന്നത്, എല്ലാവരോടും പെരുമാറുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രബോധനം ചെയ്യാനാണ് എന്താകുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിക്കുന്നത്. കാരണം ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് സാഹചര്യത്തിലും എന്താണ് പ്രബോധനം, ഒരിക്കലും അവര് ഈ ഒരു സാഹചര്യമാകുമ്പോൾ നുബുവത്ത് കിട്ടുന്നുണ്ട്. അത് തഫ്സീറുകളിൽ നിന്നൊക്കെ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഇവര് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ആ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാനായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിക്കുന്നുണ്ട്. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം വഇസ്ഹാഖ വയാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ. അഥവാ ഇങ്ങനെ കുറെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഏകനായ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ മെച്ചവും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ആരാധിക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത്. യാ സാഹിബി സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ, നിങ്ങളിൽ ഒരാൾ എന്താണ് അവരുടെ ആ ഒരു പണി തന്നെ തുടർന്നുകൊണ്ടിരിക്കും, അഥവാ മുന്തിരിച്ചാറ് പിഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു പണി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. മറ്റേ ആളാണെന്നുണ്ടെങ്കിലോ ഫയസ്ലബു ഫതഅകുലു അത്തയ്റു മിൻ റഅസി, എന്നാണ് അവര് പിന്നെ വധിക്കപ്പെട്ടിട്ട് അവരുടെ മാംസം എന്താണ് പക്ഷികൾക്ക് കുത്തിവലിക്കുന്ന സാഹചര്യം, അവർക്ക് കുത്തുവലിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ അവര് ഇത് പറഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നില്ല ഞങ്ങൾ അങ്ങനത്തെ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണ്, നടന്നു കഴിഞ്ഞു, നിഷേധിച്ചിട്ടൊന്നും എന്തില്ല, ഒരു കാര്യമില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയാണ്. അവിടെ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും ജയിലിൽ വെച്ചുകൊണ്ടാണ് തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാം ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് അല്ലേ. എവിടെ പോയാലും നമ്മൾ പ്രബോധനമായിരിക്കണം നമ്മുടെ ഒരു വലിയ ദൗത്യം എന്നുള്ളത്. പ്രബോധനത്തിന് അഥവാ ഖുർആനിലൂടെ നീളം അത് എന്താക്കാൻ പറ്റും, എവിടെയാണെങ്കിലും നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള അത് വിശ്വാസത്തിന്റെ മുഖമുദ്രയാണ്. അതിന്റെ ഒരു വലിയ പ്രതിഫലമായിട്ട് പറയുന്നത് ഫവല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നഅം എന്ന് പറയുന്നുണ്ട്. അഥവാ ഒരുപാട് ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറ് നീ കാരണത്താൽ, നിന്റെ പ്രബോധനം കാരണത്താൽ ഒരാൾ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് കടന്നു വരുന്നതാണ് എന്നുള്ള ഒരു നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അതിൻ്റെ ഒരു വലിയ പിന്നെ പ്രാധാന്യമാണ് നമ്മൾ പ്രബോധനം എന്ന് മനസ്സിലാക്കേണ്ടത്. പറയുന്നത് ഏത് സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട നമ്മളൊരു സബരിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. നമ്മളൊരു കുലത്തൊഴിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, അവരുടെ തിന്മയായ കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കലും. ഇങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ സ്വപ്നം അവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനത്തെ ഒരു നല്ലൊരു ഒരു വഴി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇടയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ആ രക്ഷപ്പെട്ട വ്യക്തിയോട് രാജാവിനോട് പോയി ഇതിൻ്റെ കാര്യം പറയണമെന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അങ്ങനെ അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാതെ അവരോട് പറഞ്ഞത് കൊണ്ട് കുറച്ച് കാലം കൂടിയും എന്താണ് ജയിലിൽ കിടക്കേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം മറന്നുപോയി, ഏൽപ്പിക്കപ്പെട്ട എന്താണ് ഷെയ്ത്താൻ അവരെ മറിപ്പിച്ചു, അദ്ദേഹം മറക്കുകയും ചെയ്തു. കുറച്ചുകൂടി കാലം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ജയിലിൽ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിനിടയിലാണ് രാജാവ് ഒരു സ്വപ്നം കാണുന്നത്. ആ രാജാവ് കണ്ട സ്വപ്നം എന്താണ്? വഖാലൽ മലിക്കു ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ്. അതോ തടിച്ചു കൊഴുത്ത 7 പശുക്കൾ, അതിനെ മെലിഞ്ഞ ഏണം ഭക്ഷിക്കുന്നതാണ് രാജാവ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല കതിരുള്ള എണ്ണവും കതിരൊക്കെ ഉണങ്ങി ഒന്നുമല്ലാത്ത 7 കൊലകളും, അതുമാണ് എന്താകുന്നത് രാജാവ് സ്വപ്നം കാണുന്നത്. എന്നിട്ട് യാ അയ്യുൽ മലു അഫ്തൂനി ഫി റുയാ ഇൻ കുന്തും ലിറുയാ തഅബറൂൻ. സ്വപ്ന വ്യാഖ്യാനാണല്ലോ അവിടുത്തെ വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വപ്നം എന്താണ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും എന്താകുന്നില്ല, അവിടുത്തെ അഗ്രേസരന്മാരായിട്ടുള്ളവർക്കൊന്നും ഇതിന് സ്വപ്നം വ്യാഖ്യാനം അറിയുന്നില്ല. അപ്പോൾ അവർ ഇല്ല അത് കാലു അൽഗാത്ത് അഹ്ലാം, അതെന്താണ് പ്രത്യേക വ്യാഖ്യാനമൊന്നും ഇല്ലാത്ത പാഴ്ക്കിനാവാണ് എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് എന്താകുന്നത്, നേരത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം നൽകി ആ രക്ഷപ്പെട്ട വ്യക്തി ആരെ ഓർക്കുന്നത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്നത്. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, വഖാലല്ലദീ നജാ മിൻഹുമാ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ അന ഉനബ്ബിഉകും ബിതഅ്വീലി ഫാർസിലൂൻ. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഞാൻ പറഞ്ഞു തരാം, എന്നെ ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് അയച്ചാൽ മതി. ഇത് എന്നെ അയക്കും എന്നൊക്കെ പറയാൻ കാരണം തഫ്സീറുകളൊക്കെ പറയുന്നത് ഈ ജയിലാണല്ലോ. ജയിൽ എന്താണ് ഷാബി ആയിട്ട് ഏരിയന്ന് അഥവാ ക്രൗഡ് ആയിട്ടുള്ള ഏരിയന്ന് കുറെ ദൂരമായിരുന്നു, ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടേക്ക് എന്നെ വിട്ടാൽ മതി, ഞാൻ നാല് ചോദിച്ച് വന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്താണ് ഈ വ്യക്തി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്ന് ഇതിനെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പോൾ യൂസുഫ് അയ്യോ സിദ്ദീഖ് അതായത് സത്യസന്ധനായിട്ടുള്ള വ്യക്തി എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വിളിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു. അങ്ങനെ ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് എന്താണ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനർത്ഥം എന്താണ്? 7 വർഷം ക്ഷേമത്തിൻ്റെ കാലഘട്ടമായിരിക്കും, അത് കഴിഞ്ഞാൽ 7 വർഷം അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമത്തിൻ്റെ കാലഘട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മാത്രവുമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സന്ദർഭത്തിൽ എടുക്കേണ്ട റെമഡിയൽ മെഷേഴ്സും കൂടി എന്താകുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായി സംഭരിച്ചു വെക്കണം എന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇത് രാജാവിന് നന്നായി ബോധ്യപ്പെടുകയും രാജാവ് അങ്ങനെയാണെങ്കിൽ ആ ഒരു തടവ് പുള്ളിയെ ഹാജരാക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രാജാവ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല എന്താ പറയുക കുലീനതയുള്ള മാന്യനായിട്ടുള്ള തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് വാശിയുള്ള ഒരു വ്യക്തിയായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓക്കെ എന്നെ വിളിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. എന്നെ ഈ ജയിലിലടക്കാൻ കാരണമായിട്ടുള്ള കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, സുലൈഖ പിന്നെ അവരുടെ കൂട്ടുകാരികൾ, അവരോടൊക്കെ പോയിട്ട് എന്താണെന്ന് ഉണ്ടായത് എന്ന് കാര്യങ്ങൾ തുറന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എന്താക്കിയാൽ മതി, എന്നെ മോചിപ്പിച്ചാൽ മതി എന്ന്. അല്ലെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, വലൗ ലബിസ്ത ഫി സിജ്നി മാ ലബിസ യൂസുഫ് ലഅജബ്തു ദാഇ. അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച അത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചാൽ എന്താക്കായിരുന്നു, ഞാൻ അപ്പം തന്നെ അവരുടെ കൂടെ പോവായിരുന്നു. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തായിട്ടില്ല, അതിന് തയ്യാറായിട്ടില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ പിന്നെ രാജാവ് അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി ചോദിച്ചു, അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ, എന്തായിരുന്നു അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, കാലത്ത് ഇംറഅത്തുൽ അസീസ് അന ഹസ്സൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സാദിഖീൻ ദാലിക ലിയഅലമ അന്നി ലം അഖുൻഹു ബിൽ ഗൈബി വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. ഞാനാണ് എന്താക്കിയത്, ശ്രമിച്ചത്. ഇനി അങ്ങനെ സത്യം പറയല്ലാതെ വേറൊരു സ്കോപ്പില്ല. ഞാനാണ് എന്താക്കിയത്, ശ്രമിച്ചത്. മാത്രവുമല്ല അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്തായിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന്. പിന്നെ
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഇതിങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു രക്ഷയാണ് എന്താക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സഹജമാണ്, എല്ലാവരുടെ പക്കൽ നിന്നുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മുഖേനയാണ് അള്ളാഹുവിന് എന്താക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമോടെ. ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കാണോ അല്ലെങ്കിൽ സുലൈഖയുടെ വാക്കാണോ ഖുർആൻ എന്താകുന്നില്ല നസ്സൻ സരീഹാൻ പറയുന്നില്ല, കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ പണ്ഡിതന്മാർ രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കാണെങ്കിൽ അതെന്താണ് അള്ളാഹുവിന് പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും തെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, പക്ഷെ എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം മുഖേനയാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. തെറ്റ് സംഭവിച്ചാൽ തന്നെ പിന്നെ ഇവരേക്ക് നിന്ന് ഇങ്ങനെ തെറ്റുണ്ടായാലും അത് പാശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു എന്താണ് അത് പുറത്തു കൊടുക്കുമെന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഇതിൽ നിന്ന് നൽകുന്നുണ്ട്. അങ്ങനെ ഈ രാജാവ് എന്താണ് വക്കാല മലിക് തൂനിബി അസ്തഖ്ലിസുലി നഫ്സി എന്താണ് അവർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ഒരു മിസ്രിന്റെ ഭരണകാര്യം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒക്കതാലിക്ക മക്കന്നാലി യൂസുഫില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പൊട്ട കിണറ്റിലേക്കാണ് എന്താക്കിയത് വലിച്ചെറിഞ്ഞത്. പക്ഷെ ഇന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിട്ടാണ് എന്താ രാജാവ് എന്നുള്ള ആ ഒരു ടെക്നിക്കൽ ടേം ശരിയാവോ എന്നറിയില്ല, പക്ഷെ ആ ഒരു രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭരണാധികാരിയായി തീരുകയാണ് ചെയ്യുന്നത് ആര് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറയാനും എവിടെയും സഞ്ചരിക്കാവുന്ന തരത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു സർവ്വസ്വതന്ത്രനായി തീരുകയാണ് ചെയ്യുന്നത്. നസീബ് റഹ്മത്തിന മൻ നശാ വലാ നദി അജ്റൽ മുഹ്സിനീൻ ഖുർആൻ അങ്ങനെ തുടർന്ന് പറയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തൗബയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ മനുഷ്യന്മാർ സ്വാഭാവികമായി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകും. അപ്പോൾ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ പറ്റും മനുഷ്യന്മാർ പർവ്വത സമാനമായുള്ള തെറ്റ് ചെയ്താൽ അള്ളാഹു പർവ്വത സമാനമായുള്ള തൗബയുമായി വരും. സമുദ്രത്തിലെ നുരയോളം ആളുകൾക്ക് തെറ്റുകളുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു ആ നുരയോളം ഉണ്ടെങ്കിൽ പോലും അതിന് അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അഥവാ നമ്മൾ തെറ്റ് ചെയ്യുക പിന്നെ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതല്ല ഇസ്ലാമിലുള്ളത്. നമ്മൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ ദുഃഖം ഖേദം രേഖപ്പെടുത്തുകയും എന്നിട്ട് പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് പിന്നെ അതിലേക്ക് മടങ്ങാൻ പാടില്ല എന്നുള്ളത്. അതിലേക്ക് മടങ്ങാതെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നവനാണ് വിജയിക്കുന്നതെന്ന് പറയുന്നത്. കത് അഫ്ലഹമൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പോൾ മനസ്സിനെ മലിനപ്പെടുത്തുന്നവൻ പരാജയപ്പെട്ടു പോകും. ഇവിടെയും ഈ ലോകത്തും നമ്മൾ പരലോകത്തും പരാജയപ്പെട്ടു പോകും. അതിനെ സംരക്ഷിച്ച് നിർത്തിയവനാണ് വിജയി എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അതപ്പോൾ ഇതിനെപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രവാചകൻ നിരന്തരമായി പറഞ്ഞൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. പിന്നെ പറയുന്നുണ്ട് അൻത വലിയുഹ വ മൗലാഹ എന്ന് പറയുന്ന ആ ദുആ പ്രവാചകൻ ജീവിതത്തിൽ നിരന്തരമായി പറഞ്ഞിരുന്നൊരു ദുആണ്. അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ആത്മീയമായ ഒരു രക്ഷ, ഒരു ഉന്നതി നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാവണം. നമുക്ക് നിരന്തരമായി അള്ളാഹുവിനെ ദുആ ചെയ്യാം. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.